ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ബഡീസ് ആൻഡ് ഫുഡീസ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു കിടിലൻ അയലക്കറി ഉണ്ടാക്കാം. നല്ല എരിവും പുളിയും ഒക്കെയുള്ള അയലക്കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് പിന്നെ ഒന്നും വേണ്ടല്ലേ. എന്നാൽ നമുക്ക് തുടങ്ങാം. രാവിലെ തന്നെ മാർക്കറ്റിൽ പോയി 1/2 കിലോ ഫ്രഷ് അയല അങ്ങ് വാങ്ങി നന്നാക്കി അങ്ങ് എടുത്തു വെച്ചു. നമുക്ക് ആദ്യം തന്നെ ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലോട്ട് 3/4 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ വെളുത്തുള്ളി 4 എണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 10 ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കിട്ടാനായി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർക്കാം. മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇവ രണ്ടും ചേർത്ത് കൊടുക്കാം. ശേഷം 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, ടേബിൾ സ്പൂൺ ആണ്, 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ മീൻ കറിക്ക് കുറച്ചുകൂടി കളർ കൊടുക്കും. ഇനി ഇതെല്ലാം ചൂടാറിയ ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം. അരച്ചെടുത്ത കൂട്ട് നമുക്ക് ചട്ടിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നന്നായി അരഞ്ഞു കിട്ടണം കേട്ടോ. അടുത്തതായി 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണമാണ്. മൂന്ന് കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ചാറിന് നല്ലോണം ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഒന്ന് തിളച്ചു വന്നതിനു ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 3 മീനാണ് ചേർക്കുന്നുള്ളൂ. ഇനി മീനൊക്കെ അതിൽ കിടന്നങ്ങ് വെന്ത് കിട്ടണം. അതിന് 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇത്രയും നേരം നമ്മൾ മീഡിയം ഫ്ലെയിമിലായിരുന്നു. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ടേക്ക് മാറ്റാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരും. ഈ പച്ച വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റും കൂടി വന്നു കഴിയുമ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ മീൻ കറി ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി ഒരു തകർപ്പൻ ഡിഷുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.